ഹായ് ഹലോ വെൽക്കം ടു കെയർ ഫുഡ് ആൻഡ് ട്രാവൽ. നിങ്ങൾക്കൊപ്പം ഞാൻ ബിന്ദു. ഇന്ന് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത് നാടൻ കപ്പയും കുടപ്പുളി ഇട്ട മീൻകറിയും. അപ്പൊ നമുക്ക് കപ്പ വേവിക്കാം. കപ്പ നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 കറിവേപ്പില. ഇതിട്ടിട്ട് നമുക്ക് ഗ്യാസ് വേവിക്കാം, കപ്പ വേവിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കപ്പ വെന്തോന്ന് നമുക്കിത് നോക്കാം. കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം കളഞ്ഞ് നന്നായിട്ട് ഊറ്റിയിടാം. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് പുരട്ടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉപ്പ്, വെളിച്ചെണ്ണ, തേങ്ങയും ജീരകവും വറ്റൽമുളക്, കടുക്, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പിലയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു കപ്പ പുരട്ടാനായിട്ട്. ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി അതിലോട്ട് കുറച്ച് കടുക്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഈ വറ്റൽമുളക് ഇടാവും. ഈ കടുക് പൊട്ടത്തില്ല. പൊട്ടിയില്ലെങ്കിൽ അതിന്റെ ഗുണം ആ ഒരു മണം നമുക്ക് കിട്ടത്തില്ല. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച് ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് നമ്മൾ സാധാരണ കപ്പ പുരട്ടുന്നത് പോലെ കല്ലിലിട്ട് തേങ്ങ അരയ്ക്കുന്നില്ല. ഇതെല്ലാം വറുത്താണ് ഈ കപ്പയിൽ ചേർക്കുന്നത്. നന്നായിട്ട് മൂക്കണം ഈ ഇട്ട ചുവന്നുള്ളി വെളുത്തുള്ളി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും ജീരകവും, ഒരു 2 സ്പൂൺ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നേരത്തെ കപ്പ കഴിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കും. ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഇപ്പം ഇട്ട് തേങ്ങയുടെ എല്ലാം നല്ല മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റിയ കപ്പയാണ്. അതിലേക്ക് നമ്മളിപ്പോൾ ഈ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ കൂട്ട് നമുക്ക് ഈ കപ്പയിലോട്ട് ചേർത്ത് നന്നായിട്ട് കപ്പ കുഴച്ചെടുക്കാം. അപ്പം കൂട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി കപ്പ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് നമുക്ക് കപ്പ കുഴച്ചെടുക്കാം. നമ്മുടെ കപ്പ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനോട് കഴിക്കാനുള്ള കറി വേണ്ടേ? അതിന് വേണ്ടിയിട്ട് കുടംപുളിയിട്ട് മീൻ കറി. അപ്പോൾ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചൂര, 1/2 കിലോ ചൂര ഞാൻ എടുത്തിട്ടുള്ളത്, ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി, സവോള, ഉലുവ, മല്ലിപ്പൊടി, കറിവേപ്പില, പുളി വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചട്ടി അടുപ്പത്തോട്ട് വെച്ച് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ. അപ്പം നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 6 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്.
ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കും. നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവോള, അത് ഞാൻ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റി വയ്ക്കണം. നല്ലതുപോലെ ഈ ഉള്ളി ചോക്കണം, അതായത് കറി തരുമ്പോൾ ഇതെല്ലാം കറിയിലങ്ങ് മെൽറ്റാവും. പിന്നെ കഷ്ണങ്ങളൊന്നും നമുക്ക് കറിയുടെ കൂടെ കടിക്കാൻ പറ്റില്ല. കുറച്ച് സവോള നന്നായിട്ട് വഴണ്ടാലേ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മളിട്ട സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. മല്ലിപ്പൊടി ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇടാം. കാരണം മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് ചൂടാകണം. വറുത്ത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് വേണം അടുത്ത പൊടികളിടാൻ. കാരണം ഇതിൽ അല്ലെങ്കിൽ മല്ലിയുടെ ഒരു കുത്തിടും. 1/2 കിലോ ചൂരയാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യമായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. തീ ഒന്ന് കുറച്ചുകൂടെ. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. 1/2 കിലോ മീനായതുകൊണ്ട് അത് വളരെ കുറച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കും. ഇപ്പം നമ്മളിട്ട മസാല എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം കറിവേപ്പില ഇട്ടില്ല. കറിവേപ്പില ആദ്യമേ ഇട്ട കരിഞ്ഞു പോകും. കരിയുന്നല്ല, കറുത്ത ഒരു ഫ്ലേവർ ആയിരിക്കും കരിഞ്ഞിട്ടുള്ള. ഇനിയാണ് നമ്മൾ കറിവേപ്പില ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം, മീൻ വേകാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. എപ്പോഴും കറി തിളച്ചതിന് ശേഷം മാത്രമേ മീനിട്ട് വേവിക്കാം. നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ മീൻ കഷ്ണം ഇട്ടൊന്ന് വേവിച്ചിടാം. നമ്മുടെ ചൂരയെല്ലാം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് പിന്നെയും മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാം. ഇപ്പം കറി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന കുടംപുളി ഇടുന്നത്. ലാസ്റ്റാണ് ഞാൻ കുടംപുളി ഇടുന്നത്, കാരണം വെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ കറി എന്തായാലും 20 മിനിറ്റ് ആകുമ്പോൾ വേവും. ആഹാ, കറി നന്നായിട്ട് വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കും. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ. അതാണ് ഇതിൻ്റെ ഫ്ലേവർ. കുടംപുളി ഇട്ട് ചൂരക്കറിയാണ്. ഇനി നമുക്കിത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. കെയർ ഫുഡ് ആൻഡ് ട്രാവലിന് വേണ്ടി ഞാനിന്നുണ്ടാക്കിയ നാടൻ കപ്പയും കുടംപുളി ഇട്ട ചൂരക്കറിയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഭവമായി നിങ്ങൾക്ക് മുന്നിൽ എത്തും വരെ ബൈ.